അഡിഡാസിന് ചെരുപ്പുമായിട്ട് ബന്ധമില്ല. ചിലപ്പോൾ ഈ കാറ് നമ്മൾ റോൾസും റോയ്സും രണ്ടുപേരുടെ പേര് അത് കാറായി എന്ന് പറയുന്നത് പോലെ ബ്രാൻഡുമായി ബന്ധമില്ലാത്ത പേരിട്ട് ബ്രാൻഡിങ് ആക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ തത്വം എന്ന് ഒരു വ്യക്തി എന്നോട് ട്രേഡ് മാർക്ക് എടുക്കാൻ പോയപ്പോൾ പഠിച്ചു. അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പേരിടുന്നതിൽ പോലും ഇത്രയും വലിയ വിഷണറിയാണ്. 2014 കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചിട്ടൊരു സ്റ്റോറി ചെയ്തു. ഏകദേശം 50 സ്റ്റാർട്ടപ്പുകളെ എടുത്തുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്നു. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ടിങ് ലഭിച്ച കമ്പനികൾ, KSIDCയുടെ ഫണ്ടിങ് ലഭിച്ച കമ്പനികൾ, കിറ്റ്കോ, അങ്ങനെ പല കമ്പനികളുടെയും ഫണ്ടിങ് ലഭിച്ച കമ്പനികൾ അതിലുണ്ട്. ആ 50 കമ്പനികളിൽ ഒന്നുപോലും ഇന്ന് നിലനിൽക്കുന്നില്ല. അവരുടെ നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്, ഒന്നും നിലനിൽക്കുന്നില്ല, എല്ലാം പൂട്ടിപ്പോവാണ്. കേരള സ്റ്റാർട്ടപ്പുകളിൽ പോലും 100 കമ്പനികൾ തുടങ്ങുമ്പോൾ അതിൽ 10 കമ്പനികൾ മാത്രം നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന്, അവർക്ക് മാർക്കറ്റ് എവിടെയാണെന്ന് അറിയില്ല. നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു എവിടെ വിൽക്കുന്നത്, ഞാൻ യൂറോപ്പിൽ വിൽക്കുള്ളൂ, കേരളത്തിൽ വിൽക്കൂല. ശരിക്കും അത് കേരളത്തിൽ വിറ്റിരുന്ന ആ ബ്രാൻഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കാൻ അന്ന് ആളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് മാർക്കറ്റ് അറിയില്ല, ബ്രാൻഡിങ് അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഒരു ഉപദേശം പലപ്പോഴും പലയിടത്തുനിന്നും കിട്ടുന്നില്ല. അവിടെയാണ് ബിഹൈൻഡ് ബ്രാൻഡ് പോലെയുള്ള ബ്രാൻഡുകൾക്ക് സാധ്യതയും അവസരവും ഒക്കെ ഉണ്ടാകുന്നത്. എന്നെ ഇവിടെ പിടിച്ച സാബിത്തിനോടും നിങ്ങളെ ഇത്രയും ക്ഷമിച്ചിരുന്ന എല്ലാ ആളുകളോടുമുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.